ഇത് എന്തേ വൈകി കേരളം എന്നുള്ളതാണ് ആദ്യം തന്നെ ഉയരുന്ന ചോദ്യം. എന്തായാലും വൈകിയാണെന്നുണ്ടെങ്കിലും കാലത്തിനനുസരിച്ച് ഓടാൻ തീരുമാനിച്ചത് നന്നായി. ഇനിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നിലേക്ക് പോകും. ഇന്ന് നിയമസഭയിൽ കേട്ട പരിഹാസം പോലെ ട്യൂബ് ലൈറ്റ് എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. അതിനേക്കാളും ഒരു വൈകൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മന്ത്രി പറഞ്ഞ കാലാനുസൃതമായ മാറ്റം എന്നുള്ളത് ഇനി സംഭവിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും പറ്റില്ല, അല്ലെങ്കിൽ തങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അതൊക്കെ ഒരു തിരിച്ചറിവാണ്. വിവേകം ഉണ്ടാകാനായി കുറച്ച് വൈകിയായിട്ടാണെങ്കിലും വിവേകം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് ഇത് കാലാനുസൃതമായ മാറ്റമാണ്, മന്ത്രിയുടെ കാലം ഇപ്പോഴാണ് ആയത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. മന്ത്രി ആർ ബിന്ദു തന്നെ അത് പറയുകയും വേണം. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള എതിർപ്പിനെ കുറിച്ചൊക്കെ തിരുത്തി പറയാൻ അത് ഒരു ലജ്ജയും ഇല്ലാതെ അത് കൃത്യമായി പറയാൻ മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. കാലാനുസൃതമായ മാറ്റം എന്നുള്ള പ്രയോഗം മന്ത്രി തന്നെയാണ് ഇന്ന് നടത്തിയത്. മന്ത്രി ആർ ബിന്ദു തന്നെയാണ് ഇന്ന് നടത്തിയത്. മന്ത്രി പറഞ്ഞ വാചകം കാലത്തിനനുസരിച്ചുള്ള നയം മാറ്റമാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട്. മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകാൻ കാരണമാകും. കഴിഞ്ഞ മന്ത്രിസഭയിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ മന്ത്രിസഭയിൽ അതിൻ്റെ ഭാഗമായിരുന്നില്ലല്ലോ മന്ത്രി ആർ ബിന്ദു. അപ്പോൾ മന്ത്രി ആർ ബിന്ദുവിന് നേരത്തെ തന്നെ ഇത് തോന്നണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത്, രണ്ടാം പിണറായി സർക്കാരിലാണ്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അത് ഇങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കുമാണ് അവർക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വൈകി തോന്നിയതിനെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ മുൻപേ 8 വർഷം മുൻപേ എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF സർക്കാർ കൊണ്ടുവന്നതിനെ അപ്പാടെ അംഗീകരിച്ചു എന്നാകും. അതൊരിക്കലും ഇടതുപക്ഷം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല.